അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഖുതുബയിലെ പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനലവധിക്കാലത്ത് നടത്തുന്ന ഇസ്ലാമിക പഠന ക്യാമ്പുകളുടെ ഗുണങ്ങളെക്കുറിച്ചാണ് ഖത്തീബ് സൂചിപ്പിച്ചത്. ഒരു വ്യക്തിയുടെ ചുമതല നിർവഹണത്തിൻ്റെ ഏറ്റവും സാധ്യതകൾ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ യൗവന കാലഘട്ടത്തിലാണ്. ജീവിതത്തിലെ മറ്റെല്ലാ കാലഘട്ടങ്ങളെക്കാളും കഴിവുള്ള സമയമാണ് യൗവനം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ പറഞ്ഞത് ലാ തസൂലു ഖദമ അബ്ദിൻ ആദമ യൗമുൽ ഖിയാമ ഹത്താ യുസ്അലു അൻ ഖംസിൻ. നാളെ പരലോകത്ത് 5 കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചല്ലാതെ ആദം സന്തതികൾ ഒരടി മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. അൻ ഉംരിഹി ഫീമ അഫ്നാഹു, തൻ്റെ ആയുസ്സിനെക്കുറിച്ച് ചോദിക്കും. വ അൻ ഷബാബിഹി ഫീമ അബ്ലാഹു, നിൻ്റെ യൗവനം എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി എന്ന് ചോദിക്കും. അപ്പോൾ യൗവനത്തെക്കുറിച്ച് പ്രത്യേകമായി എടുത്ത് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ വേനലവധിക്കാലത്ത് അഭ്യുദയകാംക്ഷികളായ യുവാക്കൾ സംഘടിപ്പിക്കുന്ന ഒരുപാട് ഇസ്ലാമിക പഠന ക്യാമ്പുകൾ ഈ നാടിന് അനുഗ്രഹമാണ് എന്ന് ഖത്തീബ് സൂചിപ്പിച്ചു. വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഖുർആൻ പാരായണം, ഹിഫ്ള് ക്ലാസ്സുകൾ, മറ്റു മതവിജ്ഞാന ക്ലാസ്സുകളെല്ലാം സംഘടിപ്പിച്ചു പോരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഈ രാജ്യത്തിന് വലിയൊരു നേട്ടമാണ്, ഭാവി തലമുറക്ക് വലിയൊരു ഗുണമാണ് സംഭാവന ചെയ്തത് എന്നും സൂചിപ്പിച്ചു. അപ്പോൾ ഇത് അറിഞ്ഞവർ സംബന്ധിച്ചിടത്തോളം, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയവർ ഇത്തരം സദസ്സുകളിലേക്ക് കുട്ടികളെ പങ്കെടുപ്പിക്കണമെന്നും കൂടി സൂചിപ്പിച്ചു. മാത്രവുമല്ല, സമ്പത്തുള്ളവർ ഇത്തരം പരിപാടികളെ വിജയിപ്പിക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും ഉണ്ടാവണം എന്നും സൂചിപ്പിച്ചു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഒരു ഇടവേള ആഗ്രഹിക്കുന്ന ആരുമില്ല. ഇടവേള എല്ലാവരും ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ പല ഹോബികളും നമ്മൾ ഈ വേനലവധിക്കാലത്ത് നടത്തി പോരാറുണ്ട്. എന്നാൽ നല്ല ഹോബികളെ തിരഞ്ഞെടുക്കുകയും എന്നിട്ട് സന്തോഷം കണ്ടെത്തുകയും ഹലാലായ വഴിയിലൂടെ അത് മുന്നോട്ട് പോകുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വെക്കേഷൻ സമയത്ത് കുട്ടികളുമായി സല്ലപിക്കുവാനും അവരുമായി പങ്കുവെക്കുവാനും സന്തോഷം പങ്കുവെക്കാനൊക്കെ നല്ലതായ ഹോബികളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നും സൂചിപ്പിച്ചു. എന്നാൽ ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ ഈ സന്ദർഭത്തിൽ ഒരിക്കലും പാഴാക്കരുത്. ഈ സന്ദർഭത്തിൽ അങ്ങനെയുള്ള അവസരങ്ങളിലെ മക്കളെ അതിന് ഉപയോഗപ്പെടുത്തുക, അത് പഠിക്കുവാനുള്ള തീക്ഷ്ണമായ താല്പര്യം അവരിൽ ഉണ്ടാക്കുക. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ട് ഖുർആനിനെ തന്നെ പറയുകയാണ്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറ. തീർച്ചയായും ഖുർആൻ ഏറ്റവും ശരിയായതിലേക്കാണ് വഴി കാണിക്കുന്നത്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന സുവാർത്തയും ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആൺമക്കളുടെയും പെൺമക്കളുടെയും സംരക്ഷണവും സൽസ്വഭാവികളായ മക്കളെ വളർത്തുക എന്നുള്ളത് ഓരോ രക്ഷിതാവിൻ്റെയും ഉത്തരവാദിത്തമാണ്. ഖുർആൻ ഈ വിഷയത്തിൽ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസക്കും വ അഹ്ലീക്കും നാറ. വിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് കാത്തു രക്ഷിച്ചു കൊടുക്കുക. അതായത് നമ്മൾ മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമല്ല, നമ്മുടെ കുടുംബത്തെയും അതിൽ ചേർക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിന് ഉത്തരവാദിത്തമുണ്ട്. മാത്രവുമല്ല, നമ്മൾ മാത്രം സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ അതിൻ്റെ ഒരു ശരിയല്ലായ്മ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ കൂടെ കൂട്ടിക്കൊണ്ടുപോകുവാൻ നമുക്കും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ഓരോ രക്ഷിതാക്കളും മക്കളെ വളർത്തുമ്പോൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധ അനിവാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, പരസ്പരം സഹായികളാവേണ്ടതുണ്ട്. വേനലവധിക്കാലത്ത് ഇരുലോകത്തും പ്രയോജനം ചെയ്യുന്ന സൽക്കർമ്മങ്ങളിലാണ് നമ്മൾ അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ ഒരുക്കുക. അവധി സമയത്ത് വൈജ്ഞാനിക നേട്ടങ്ങൾക്ക് വേണ്ടി കുട്ടികളെ പ്രത്യേകമായി ഉപയോഗപ്പെടുത്തുക. വിശേഷിച്ച് ഈ കാലഘട്ടത്തിൽ കുട്ടികൾ സ്ക്രീനുകളുടെ മുന്നിൽ ധാരാളം കുട്ടികൾ സമയം ചെലവഴിക്കുന്നുണ്ട്. അത് അവരുടെ ആരോഗ്യത്തിനും അവരുടെ ചിന്തക്കും അപകടങ്ങളാണ് വരുത്തി വെക്കുന്നത്. അതിന് പകരമായി അവർക്ക് ആരോഗ്യകരമായ രീതിയിലുള്ള ചിന്തയെയും അതുപോലെ തന്നെ വിനോദത്തെയും നമ്മൾ തിരഞ്ഞെടുക്കുകയും തീർച്ചയായും ആ ഉത്തരവാദിത്വത്തിൻ്റെ നാളെ പരലോകത്ത് നമുക്ക് വിചാരണക്ക് വെക്കുമ്പോൾ അതിന് ഉത്തരവാദിത്തപരമായി മറുപടി നൽകുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. തീർച്ചയായും ജീവിതം എന്ന് പറഞ്ഞാൽ സമയമാണ്, അത് ആയുസ്, അതിൽ ഉത്തരവാദിത്തമുള്ളവരാണ്. ഓരോ ആയുസ്സിൽ നമ്മൾ ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅ്മതാനി മഗ്ബൂനു ഫീഹിമാ കസീറും മിനന്നാസ്.
2 അനുഗ്രഹങ്ങളിൽ അധിക മനുഷ്യരും വഞ്ചിതരാണ്. അസ്സിഹത്തു വൽ ഫറാഗ്, ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ ദീനീ പഠനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വളർത്തുക. അതുവഴി അവരിലൂടെ നിങ്ങൾക്ക് ഇരുലോകത്തും ഗുണമാണ് ഉണ്ടാവുക. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ നമ്മുടെ സൗഭാഗ്യമാണ്. മരണാനന്തരവും പുണ്യം കിട്ടുന്നത് മക്കളുടെ അമലുകൾ വഴി നമ്മുടെ ഖബറിലേക്ക്, അവരുടെ ആ അമൽ വഴി നമ്മുടെ ഖബറിലേക്ക് അവരുടെ ആ പുണ്യം നമുക്കും വന്നെത്തുമെന്നതിൽ യാതൊരു സംശയമില്ല. ആ അർത്ഥത്തിൽ നമ്മൾ മക്കളെ വളർത്തുവാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല സാലിഹുകളായ മക്കളെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളെ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ.